KSRTC ഡ്രൈവറുമായുള്ള തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെ പിന്തുണച്ച് ഡിവൈഎഫ്ഐ. ആര്യ തെറ്റ് ചെയ്തിട്ടില്ല, KSRTC ഡ്രൈവറാണ് മോശമായി പെരുമാറിയത്. ഡ്രൈവർക്കെതിരെ നേരത്തെയും കേസുണ്ടെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞു. അവിടെ ആര്യ പ്രത്യേകിച്ചൊരു തെറ്റും ചെയ്തിട്ടില്ല. ആര്യയോടാണ് വളരെ മോശമായ നിലയിൽ ആ KSRTC ഡ്രൈവർ പെരുമാറിയത്. ഇങ്ങനെ സ്ത്രീകളോട് മോശമായ നിലയിൽ പെരുമാറുന്നവരോട് എങ്ങനെയാണ് സാധാരണ ആളുകൾ പ്രതികരിക്കേണ്ടത്? നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പെരുമാറുന്ന ആളുകളോട് വളരെ കൃത്യമായും ആര്യ പ്രതികരിച്ചതുപോലെ പ്രതികരിക്കണം എന്ന് തന്നെയാണ് DYFയുടെ അഭിപ്രായം. അയാൾ നാട്ടിൽ ഇങ്ങനെയെല്ലാമുള്ള പല വിധത്തിലുള്ള കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാളാണ്. അയാളെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർ അന്വേഷിച്ചാൽ മതി. അയാൾ പറയുന്നതെല്ലാം കേൾക്കേണ്ടത്. നിങ്ങൾക്ക് സ്വതന്ത്രമായ സംവിധാനം വെച്ച് നിങ്ങൾ അന്വേഷിക്കുക, ആരാണെന്ന് മനസ്സിലാവും. അർജുൻ കല്യാടാണ് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നത്. അർജുൻ, ആര്യയെ സ്വാഭാവികമായും പിന്തുണയ്ക്കുകയാണ് ഡിവൈഎഫ്ഐ. യദുവിനെതിരെയുള്ള മുൻ കേസുകളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രതിരോധം ഉയർത്തുകയും ചെയ്യുന്നത്. ഇതിനപ്പുറം മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് സനോജ് പറഞ്ഞിട്ടുള്ളത്? ബിനിലെ, തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദുവും തമ്മിലുണ്ടായിട്ടുള്ള വിവാദത്തിൽ ആര്യ രാജേന്ദ്രന് പിന്തുണ നൽകുകയാണ് ഡിവൈഎഫ്ഐ. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ് മേയർ ആര്യ രാജേന്ദ്രൻ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഡിവൈഎഫ്ഐയുടെ പിന്തുണ ആര്യ രാജേന്ദ്രന് ഉണ്ടാവുന്നതാണ്. എങ്കിൽ കൂടി ഇതിനകത്ത് ആര്യ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇത്തരത്തിൽ ലൈംഗിക ചേഷ്ടകൾ കാണിച്ചതിൻ്റെ ഭാഗമായി ഒരു പെൺകുട്ടി എന്ന രീതിയിൽ ആര്യ അപ്പോൾ തന്നെ പ്രതികരിച്ചത് ഒരു മാതൃകാപരമായിട്ടുള്ള നടപടിയാണ്. അത്തരത്തിൽ തന്നെയാണ് ഓരോ പെൺകുട്ടിയും ഇടപെടേണ്ടത് എന്ന കാര്യമാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ തന്നെ ആര്യ ഉയർത്തിയിട്ടുള്ള വാദങ്ങളെല്ലാം തന്നെ പൊളിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ KSRTC ഡ്രൈവറെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല, ബസ്സിന് കുറുകെ വാഹനം തൻ്റെ കാറ് കൊണ്ട് നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആര്യ വ്യക്തമാക്കിയതാണ്. എങ്കിൽ കൂടി ആ സമയത്ത് CCTV ദൃശ്യങ്ങളെല്ലാം പുറത്തു വരുന്ന സാഹചര്യത്തിൽ ആര്യയുടെ വാദങ്ങളെല്ലാം പൊളിയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിനെതിരെ വ്യാപകമായ തോതിൽ സൈബർ ഇടങ്ങളിലും വിമർശനങ്ങൾ ആര്യക്കെതിരെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനകത്ത് ആര്യക്കെതിരെ ഒരു കാര്യം കൂടി ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധമായി വരുന്നു. തൊട്ടു പിന്നാലെ തന്നെ അത് രാഷ്ട്രീയ വിഷയമായി മാറുകയും യൂത്ത് കോൺഗ്രസ് തുടങ്ങിയിട്ടുള്ള പ്രതിപക്ഷ സംഘടനകളെല്ലാം തന്നെ ആര്യക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ പോലും സംഘടിപ്പിക്കുക, KSRTC ബസ്സിന് ആര്യയുണ്ട് സൂക്ഷിക്കുക തുടങ്ങിയിട്ടുള്ള ബാനറുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളെല്ലാം നടത്തുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ അല്ലെങ്കിൽ ഇതിനൊരു പ്രതിരോധിക്കാനുള്ള മാർഗം കൂടിയാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ സ്വീകരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതിരോധം ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. കൃത്യമായ രീതിയിൽ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെ പ്രതിരോധിക്കുമെന്നുള്ള കാര്യം കൂടിയാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നത്. എന്തായാലും ആര്യയ്ക്ക് ഒരു പിന്തുണ നൽകുകയാണ്. ആര്യ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. പെൺകുട്ടികൾ ഇത്തരത്തിൽ ലൈംഗിക ചേഷ്ടകൾ കാണിക്കുന്ന ഇത്തരത്തിൽ സമൂഹത്തിലുള്ളവർക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ആര്യ നടത്തിയതുപോലെ തന്നെ നടത്തണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് KSRTC ഡ്രൈവർക്ക് കഴിഞ്ഞ ദിവസം മേയർ തന്നെ വ്യക്തമാക്കിയതാണ്, സമാനമായ രീതിയിൽ തന്നെ മറ്റ് ചില കേസുകളുമൊക്കെ ഉണ്ടായിരുന്നു. ആ കാര്യം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും ആവർത്തിക്കുകയാണ്. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള മുൻപേയും ലൈംഗിക ചേഷ്ടകൾ കാണിക്കുകയും ചെയ്തിട്ടുള്ള പരാതികൾ ഈ KSRTC ഡ്രൈവർക്കെതിരെ ഉയർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇതിനെതിരായ മുൻ കേസുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ യുവജന സംഘടനകൾ ആര്യക്കെതിരെ പ്രതിഷേധം ഉയർത്തുന്നതിനിടയിലാണ് ആര്യയെ പ്രതിരോധിച്ച് ഡിവൈഎഫ്ഐ രംഗത്തെത്തിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായി അർജുൻ കല്യാട് റിപ്പോർട്ട് ചെയ്യുന്നത്.